Students, today we are going to discuss about the topic FASTA. FASTA is nothing but this is similar to that of BLAST. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞത്? എന്തായിരുന്നു ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് അലൈൻമെൻറ്റിന് അല്ലെങ്കിൽ സീക്വൻസ് ഒന്നോ അതിൽ കൂടുതലോ സീക്വൻസുകളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹോമോലോഗി സെർച്ച് ടൂളായിരുന്നു എന്ത് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഫാസ്റ്റ എന്ന് പറഞ്ഞെങ്കിൽ ദിസ് ഈസ് സിമിലർ ടു ബ്ലാസ്റ്റ്, ബട്ട് ഇറ്റ് വിൽ പ്രൊവൈഡ്സ് എ ഫാസ്റ്റ് റിസൾട്ട്. ബ്ലാസ്റ്റിനെ പോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ബയോഇൻഫർമാറ്റിക് ടൂളാണ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ബ്ലാസ്റ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്ത് കിട്ടും, റിസൾട്ട് കിട്ടും. ഓക്കെ, നമ്മങ്ങനെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു ബയോഇൻഫർമാറ്റിക് ടൂളിന് നമ്മൾ ഫാസ്റ്റ എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഇൻ ഡീറ്റെയിൽ. This package was first described as by Lipman and Pearson in 1985, and this is a DNA and protein sequence alignment software. എന്തായിരുന്നു DNA അല്ലെങ്കിൽ പ്രോട്ടീൻസിൻ്റെ സീക്വൻസുകളെ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണത്. ഫാസ്റ്റ് ഈസ് എ ഫാസ്റ്റ് ഹോമോലോഗി സെർച്ച് ടൂൾ. സോ കമ്പയർ ടു ബ്ലാസ്റ്റ് ദിസ് ഇസ് എ ഫാസ്റ്റ്, വളരെ പെട്ടെന്ന് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഇത് ഫാസ്റ്റ്. This is similar to BLAST. This tool will speed up the sequence comparison when compared with the BLAST. BLAST-നായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ഫാസ്റ്റ്. അതുകൊണ്ട് പെട്ടെന്ന് റിസൾട്ട് വരുന്നത് കൊണ്ടാണ് നമ്മളിതിനെ ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ബ്ലാസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഫാസ്റ്റയിലും രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ ബ്ലാസ്റ്റിൽ ബ്ലാസ്റ്റിയൻ ന്യൂക്ലിയോടൈഡ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി ബ്ലാസ്റ്റിയൻ യൂസ് ചെയ്യുന്നു, ബ്ലാസ്റ്റ് പി പ്രോട്ടീൻസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു, പിന്നെ ബ്ലാസ്റ്റ് എക്സ് പറഞ്ഞിരുന്നു, ടി ബ്ലാസ്റ്റ് എൻ, ടി ബ്ലാസ്റ്റ് പി ഒക്കെ പറഞ്ഞിരുന്നു. അതുപോലെ ഫാസ്റ്റയിലും രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഫാസ്റ്റ് പി ആൻഡ് ഫാസ്റ്റ് എൻ. അപ്പോൾ എന്തായിരിക്കും ഫാസ്റ്റ് പി എന്ന് പറഞ്ഞാൽ? പി എപ്പോഴും സ്റ്റാൻഡ് ഫോർ പ്രോട്ടീൻ. സോ ഇറ്റ് വിൽ കമ്പൈൻ ദ അമിനോ ആസിഡ് സീക്വൻസ് ഓഫ് പ്രോട്ടീൻസ്. ഓക്കെ, അമിനോ ആസിഡ് സീക്വൻസ്, അതായത് പ്രോട്ടീൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് അമിനോ ആസിഡ്. അപ്പോൾ ഈ അമിനോ ആസിഡുകളിലെ സീക്വൻസുകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് ഫാസ്റ്റ് പി. ഫാസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ന്യൂക്ലിയോടൈഡ്സിൻ്റെ അലൈൻമെൻറ്റിനെ, ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞെങ്കിൽ ഡി എൻ എയിലോ ആർ എൻ എയിലോ കാണുന്ന സീക്വൻസുകളെ പെട്ടെന്ന് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫാസ്റ്റ് എൻ. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഫാസ്റ്റ് ഈസ് എ ബയോഇൻഫർമാറ്റിക് ടൂൾ ആൻഡ് ദിസ് ഇസ് എ ബയോളജിക്കൽ ഡാറ്റാബേസ് and it will combine the amino acid sequence of different proteins or the nucleotide sequence of different DNA. പല പ്രോട്ടീൻസിലുള്ള അമിനോ ആസിഡ് സീക്വൻസുകളെ കമ്പയർ ചെയ്യാനും അല്ലെങ്കിൽ പല ഡി എൻ എയിലും കാണുന്ന ന്യൂക്ലിയോടൈഡുകളുടെ സീക്വൻസുകളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫാസ്റ്റ എന്ന് പറയുന്ന ഈ ബയോഇൻഫർമാറ്റിക് ടൂള് യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഒരു ഫാസ്റ്റയുടെ ഫോർമാറ്റ്, എങ്ങനെയാണത് കാണുന്നത്? ഇപ്പോൾ താഴെ കാണിച്ചിട്ടില്ലേ, ഒരു ഗ്രേറ്റർ ദാൻ സൈൻ, പിന്നെ ഒരു നമ്പർ, പിന്നെ കുറേ ലെറ്റേഴ്സ്. ഈ ലെറ്റർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് പ്രോട്ടീൻ സീക്വൻസ് ആണോ അതോ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആണോ? ഇത് പ്രോട്ടീൻ സീക്വൻസ് ആണ്. കാരണം എന്താണ്, NVSD എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ കോഡ് ചെയ്യുന്നത് ഓരോ അമിനോ ആസിഡിനെയാണ്. നേരെ മറിച്ച് അത് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആണെന്നുവെച്ചെങ്കിൽ അതിൽ ATGC എന്ന് പറയുന്ന 4 ബേസുകളുടെ ഒരു ഫോർമാറ്റ് ആയിരിക്കും ഉണ്ടാവുക. Okay, so this is a protein FASTA format. So the header line which begins with a greater than sign, gives a unique identifier for the sequence. ഏത് ഫാസ്റ്റ ഫോർമാറ്റ് എടുത്ത് നോക്കുകയാണെങ്കിലും അതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരു ഗ്രേറ്റർ ദാൻ സൈൻ ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം അതിനൊരു ആക്സഷൻ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞത് എന്താണ് ആക്സഷൻ നമ്പർ എന്ന്, അതിൻ്റെ ഒരു യുണീക്ക് ഐഡൻറ്റിഫയർ നമ്പറാണ് ഈ ആക്സഷൻ നമ്പർ എന്നുള്ളത്. അപ്പോൾ ഈ ഗ്രേറ്റർ ദാൻ സൈൻ വിച്ച് ഈസ് ഫോളോഡ് ബൈ എ ആക്സഷൻ നമ്പർ, അതാണ് ഫാസ്റ്റയുടെ ഫസ്റ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. ദെൻ പിന്നെ എന്താണോ സീക്വൻസ് അത് റെപ്രസെൻറ്റ് ചെയ്യും. പിന്നെ ഈ ഒരു സീക്വൻസിൽ നിങ്ങൾക്ക് ചില ഭാഗങ്ങളിൽ ചില ഹൈഫൻസ് കാണാൻ പറ്റും അല്ലേ, അതിന് നമ്മൾ ഗ്യാപ്പ് എന്ന് പറയാം. ദിസ് ഈസ് എ ഗ്യാപ്പ് ക്യാരക്ടർ വിച്ച് ഈസ് ഫൗണ്ട് ഇൻ ലൊക്കേഷൻ കറസ്പോണ്ടിങ് ടു ഗ്യാപ്പ്. ഈ സീക്വൻസിൽ എവിടെയെങ്കിലും ഗ്യാപ്സ് ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഏതെങ്കിലും സീക്വൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ബേസുകളോ അല്ലെങ്കിൽ അമിനോ ആസിഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് കാണിക്കുക. ഇപ്പോൾ ഈ K കഴിഞ്ഞ ശേഷം 3 അമിനോ ആസിഡ് ഉണ്ട്, പക്ഷേ ഏതാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ താഴത്തെ ലൈൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിലുണ്ട് ഒരു ഹൈഫൺ കിടക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പം ഇതിനെ നമ്മൾ എന്താണ് പറയുന്നത്, ഗ്യാപ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫാസ്റ്റയുടെ ഫോർമാറ്റ് എപ്പോഴും ആലോചിക്കുക, ഒരു ഗ്രേറ്റർ ദാൻ സൈന്, പിന്നെ ഒരു ആക്സഷൻ നമ്പർ, പിന്നെ ഒരു
സീക്വൻസ്. ഓക്കെ, ഗ്യാപ്സ് ഉണ്ടെങ്കിൽ അതിങ്ങനെ ഹൈഫൺ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇതാണ് ഫാസ്റ്റയുടെ ഫോർമാറ്റ്. ഇനി ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ ഒരു സീക്വൻസ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ലെറ്റേഴ്സാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ലെറ്റേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അലനിൻ, ബി എസ്പെരാജിൻ, സി ഡി എന്ന് പറഞ്ഞിട്ട് സെഡ് വരെ ഓരോ അമിനോ ആസിഡിന് ഓരോ കോഡുണ്ട്. അപ്പം ആ കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എൻ ആണ് ഫസ്റ്റ്. എൻ സ്റ്റാൻഡ് ഫോർ അസ്പാരജിൻ. ദെൻ വി സ്റ്റാൻഡ് ഫോർ ഏതാണ്, വി സ്റ്റാൻഡ് ഫോർ വാലിൻ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സീക്വൻസിനെ റീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എ ടു സെഡ് വരെ നമ്മൾ ഓരോ അമിനോ ആസിഡിനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഫാസ്റ്റ പ്രോഗ്രാംസ്. ഈ ഫാസ്റ്റ എന്ന് പറഞ്ഞെങ്കിൽ ഇറ്റ് വിൽ കമ്പയർ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് വിൽ കമ്പയർസ് എ ക്വറി സീക്വൻസ് ടു എ പ്രോട്ടീൻ ലൈബ്രറി ഫോർ എ സീക്വൻസ് ടു. ഒന്നുവെച്ചെങ്കിൽ പ്രോട്ടീനാണ് കാണിക്കുന്നത്, എൻ സി ബി യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോട്ടീൻ ലൈബ്രറി ആയിട്ടാണ് ഈ നമ്മൾ കൊടുത്തിട്ടുള്ള ക്വറി സീക്വൻസ് കമ്പയർ ചെയ്യുന്നത്. പക്ഷേ അതൊരു ഫാസ്റ്റ എൻ ആണെച്ചെങ്കിൽ ഡി എൻ എ ലൈബ്രറിയിൽ കാണുന്ന ഡി എൻ എ ആയിട്ടാണ് നമ്മളുടെ ക്വറി സീക്വൻസ് കമ്പയർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ ടി ഫാസ്റ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ കമ്പയർസ് എ ക്വറി സീക്വൻസ് ഇൻ ടു ഡി എൻ എ ലൈബ്രറി ആഫ്റ്റർ ദ സീക്വൻസ് ഹാസ് ബീൻ ട്രാൻസ്ഫർ ഇൻ ടു ഓൾ 6 റീഡിംഗ് ഫ്രെയിംസ്. അപ്പം ഇതിൽ നമ്മൾ ഈ പറയുന്ന ടി ഫാസ്റ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇത് ഡി എൻ എ ലൈബ്രറി ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെ ഡി എൻ എ ലൈബ്രറി ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്ലാസ്റ്റിൽ പണ്ട് പറഞ്ഞിരുന്നു, ഇത് കോഡ് ചെയ്യുന്ന സമയത്ത് പല വേർഡ്സായിട്ട് അതിനെ നമ്മൾ കൊടുക്കുന്ന സീക്വൻസിനെ പല കഷ്ണങ്ങളാക്കിയിട്ട് അല്ലെങ്കിൽ പല ഫ്രാഗ്മെൻറ്റ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ 6 റീഡിംഗ് ഫ്രെയിമുകളായിട്ട് നമ്മൾ കൊടുക്കുന്ന ക്വറി സീക്വൻസിനെ ചേഞ്ച് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളെ കമ്പാരിസന് വിധേയരാക്കുന്നത്. പിന്നെ ഫാസ്റ്റ് എസ് ഉണ്ട്. ഫാസ്റ്റ് എസ് മീൻസ് കമ്പയർസ് എ സെറ്റ് ഓഫ് ഓർഡേർഡ് പെപ്റ്റൈഡ് ഫ്രാഗ്മെൻറ്റ്സ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ മാസ് സ്പെക്ട്രോസ്കോപ്പി അനാലിസിസ് ഓഫ് എ പ്രോട്ടീൻ അഗെയിൻസ്റ്റ് എ പ്രോട്ടീൻ ഡാറ്റാബേസ്. ഇവിടെ ഫാസ്റ്റ് എസ് എന്ന് പറഞ്ഞെങ്കിൽ എന്താ, പെപ്റ്റൈഡ് ഫ്രാഗ്മെൻറ്റ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, പ്രോട്ടീൻ ലൈബ്രറി ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ പെപ്റ്റൈഡ് ഫ്രാഗ്മെൻറ്റ്സ് മാസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്നിക്ക് ഉണ്ട്. അതിൽ നമ്മൾ ഈ പ്രോട്ടീൻസിൻ്റെ സീക്വൻസുകളെ മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മാസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോട്ടീൻസിനെ മാസ് സ്പെക്ട്രോസ്കോപ്പിക്ക് വിധേയമാക്കുമ്പോൾ അത് ഒരുപാട് പെപ്റ്റൈഡ് ഫ്രാഗ്മെൻറ്റ്സ് വരും. നമുക്കറിയാം ഒരു പ്രോട്ടീനിൽ ഒരുപാട് പെപ്റ്റൈഡ്സ് ഉണ്ട്, അല്ല പെപ്റ്റൈഡ് ബോൺസ് ഉണ്ട്. അങ്ങനെ പെപ്റ്റൈഡ് ഫ്രാഗ്മെൻറ്റ്സിനെ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈ പെപ്റ്റൈഡ് ഫ്രാഗ്മെൻറ്റ്സിനെയാണ് പ്രോട്ടീൻ ലൈബ്രറി ആയിട്ട് എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. പിന്നെ ഫാസ്റ്റ് എക്സും വൈയും ഉണ്ട്. ഇറ്റ് വിൽ കമ്പയർസ് എ ക്വറീസ് ഡി എൻ എ സീക്വൻസസ് ഇൻ ടു എ പ്രോട്ടീൻ ഡാറ്റാബേസ് ട്രാൻസ്ലേറ്റിംഗ് ദ ഡി എൻ എ സീക്വൻസസ് ഇൻ ഓൾ 6 റീഡിംഗ് ഫ്രെയിംസ്. ഇവിടെയും അതുപോലെ തന്നെ നമ്മളുടെ കൊടുത്തിട്ടുള്ള ഡി എൻ എ സീക്വൻസിനെ പ്രോട്ടീൻ ഡാറ്റാബേസുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ പ്രോട്ടീൻ ഡാറ്റാബേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡി എൻ എ സീക്വൻസിനെ എന്ത് ചെയ്യണം, പ്രോട്ടീൻസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ പല ഫ്രാഗ്മെൻറ്റ്സ് ആക്കിയിട്ട് പ്രോട്ടീൻ ഡാറ്റാബേസുമായിട്ട് എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. സോ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാസ്റ്റ പ്രോഗ്രാംസ്. ഓക്കെ, ഇനി എന്താണ് ഒരു ഫാസ്റ്റ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ ഫീച്ചേഴ്സ്. ഫാസ്റ്റ വിൽ ഫൈൻഡ് ഔട്ട് ദ പാച്ചസ് ഓഫ് സീക്വൻസ് സിമിലാരിറ്റി ബിറ്റ്വീൻ ദ ക്വറി ആൻഡ് ദ ഡാറ്റാബേസ്. നമുക്കറിയാം ബ്ലാസ്റ്റിനെ പോലെ തന്നെ ഒരു സിമിലാരിറ്റി സെർച്ച് ടൂളാണ് ഫാസ്റ്റ. ഫാസ്റ്റ മേ കണ്ടെയ്ൻ ഗ്യാപ്സ്. നമ്മൾ കുറച്ച് നേരത്തെ കണ്ടില്ലേ, ഒരു സീക്വൻസിൽ ഗ്യാപ്സ് ഉണ്ടായിരിക്കാം. ഇറ്റ്സ് എ റാപ്പിഡ് എന്ന് പറഞ്ഞാൽ അത് ഒരു റാപ്പിഡായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണത്. ഇറ്റ് ഈസ് വർക്കിംഗ് ഓൺ ദി ബേസ് ഓഫ് ഫാസ്റ്റ് ആൽഗോരിതം ഡെവലപ്ഡ് ബൈ ഫ്രെഡറിക് ആൻഡ് ബാറ്റൺ. പിന്നെ ഈ ഫാസ്റ്റ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്നത് ഒരു അൽഗോരിതം ബേസ്ഡ് ടൂളാണ് ശരിക്കും ഈ ഫാസ്റ്റ എന്ന് പറയുന്നത്. അൽഗോരിതം ബേസ്ഡ് ടൂളാണ് നമുക്ക് ഈ പറയുന്ന സീക്വൻസ് സിമിലാരിറ്റി കാണിച്ചു തരുന്നത്. പ്രോഗ്രാംസ് ക്യാൻ ബി റൺ ലോക്കലി ഓർ ബൈ സെൻഡിങ് ക്വറി സീക്വൻസ് ഇൻ ദ ഫാസ്റ്റ ഇമെയിൽ സെർവർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വറി സീക്വൻസിനെ ഫാസ്റ്റ ഫോർമാറ്റിലേക്ക് അല്ലെങ്കിൽ ഫാസ്റ്റ പ്രോഗ്രാമിലേക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം, അനലൈസ് ചെയ്യാൻ പറ്റും. പ്രോഗ്രാം അച്ചീവ്സ് എ ഹൈ ലെവൽ ഓഫ് സെൻസിറ്റിവിറ്റി ഫോർ സിമിലാരിറ്റി സെർച്ച് അറ്റ് ഹൈ സ്പീഡ്. ഫാസ്റ്റ് നമുക്കറിയാമല്ലോ, കമ്പയർ വിത്ത് ബ്ലാസ്റ്റ് വിൽ പ്രൊവൈഡ്സ് എ ഹൈ സ്പീഡ് ആൻഡ് ഹൈ റെസൊല്യൂഷൻ സെൻസിറ്റിവിറ്റി. Then ഫാസ്റ്റ is not guaranteed to find best alignment between the query and database. ഫാസ്റ്റയ്ക്ക് ഒരിക്കലും ഒരു ഗ്യാരണ്ടി തരാൻ പറ്റില്ല. എന്താണ് ഈ സിമിലാരിറ്റി, ഇത് നമ്മൾ കൊടുക്കുന്ന ക്വറി സീക്വൻസിയും
അതുപോലെ തന്നെ ഡാറ്റാബേസിൽ അവൈലബിൾ ആയിട്ടുള്ള സീക്വൻസും തമ്മിലുള്ള കമ്പാരിസണിലൊരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളൊരു റിസൾട്ട് ഫാസ്റ്റയ്ക്ക് തരാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പിന്നെ എന്തിനൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇസ് ജനറലി യൂസ്ഡ് ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്പീഷീസ്, എസ്റ്റാബ്ലിഷിംഗ് ഫൈലോജനി, എവല്യൂഷൻ റിലേഷൻഷിപ്സ് കാണിക്കാൻ, DNA മാപ്പിങ്ങിന്, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബയോകെമിക്കൽ ഫംഗ്ഷൻസ്, പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ ഒരു പ്രോട്ടീൻ എൻസൈമിൻ്റെ ഫംഗ്ഷൻസ് മനസ്സിലാക്കാൻ, ഹോർമോൺസിൻ്റെ ആക്ഷൻ ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ സ്റ്റഡിങ് എവല്യൂഷൻ ഓഫ് സ്പീഷീസ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജീനിന് കൺസേർവ്ഡ് സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ സൈറ്റോക്രോം ഓക്സിഡേസ് 1 ജീനിന് ഒരു കൺസേർവ്ഡ് സ്റ്റാറ്റസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ എവല്യൂഷൻ മനസ്സിലാക്കാൻ, പിന്നെ മ്യൂട്ടേഷൻസ് മനസ്സിലാക്കുന്നത് പോലെ മോളിക്കുലർ വെയിറ്റ് മനസ്സിലാക്കാനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഫാസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അറ്റമിക് കോമ്പോസിഷൻ, ഇപ്പോൾ നമ്മൾ ഏതൊരു ഇപ്പോൾ DNA എടുത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ അതിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ഒക്കെ ഉണ്ട് അല്ലേ, ഫോസ്ഫറസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആറ്റമിക് കമ്പോസിഷൻ മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ പ്രോട്ടീൻസിലും സൾഫർ ഒക്കെ വരുന്നില്ല, മെത്തിയോണിലൊക്കെ സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള അമിനോ ആസിഡ്സാണ്, അപ്പോൾ അതിനൊക്കെ മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട് അമിനോ ആസിഡ് കമ്പോസിഷൻ. പിന്നെ ഏതെങ്കിലും ഒരു സീക്വൻസിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻ കണ്ടുപിടിക്കാൻ, പിന്നെ DNA കമ്പാരിസനും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫാസ്റ്റയുടെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. ഫാസ്റ്റ NCBയിൽ അടിക്കുകയാണെന്നുവെച്ചെങ്കിൽ അതിൽ ഫാസ്റ്റ എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് വരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോഴും ഇങ്ങനൊരു വിൻഡോ ആണ് അപ്പിയർ ചെയ്യുക. ഓക്കെ, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് അനുസരിച്ചിട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മളൊരു സീക്വൻസ് കൊടുത്തിട്ട് അതിൽ റൺ ദ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആവുക. യുവർ ജോബ് ഈസ് കറൻ്റ്ലി റണ്ണിങ്, പ്ലീസ് ബി പേഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള സീക്വൻസ് അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാബേസായിട്ട് കമ്പാരിസൺ ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെ ഒരു ഡാറ്റാബേസാണ് അല്ലെങ്കിൽ സീക്വൻസാണ് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ബ്ലാസ്റ്റ് ആൻഡ് പ്രോഗ്രാം ബ്ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ കാണിച്ചിരുന്നു. ഫാസ്റ്റ എന്ന് പറഞ്ഞ ഒരു ഫോർമാറ്റിലാണ് ആദ്യം സീക്വൻസ് ക്ലിക്ക് ചെയ്യണ സമയത്ത് വരിക. അത് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ റൺ ബ്ലാസ്റ്റ് കൊടുക്കുക. ഇതാണ് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലാണ് നമ്മൾ ഫാസ്റ്റ എന്ന് പറയുന്നത്.